ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 31-ാം തിരുലിഖിതം. വലിയ കാഹളധ്വനികളോടെ അവൻ തൻ്റെ ദൂതന്മാരെ അയക്കുകയും അവർ ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കുകളിൽ നിന്ന് അവൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് പിശാചില്ലാത്ത പറുദീസ എന്നതിനെ കുറിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എന്റെ പേര് ദീപ്തി, ചിങ്ങവനത്ത് നിന്ന് വരുന്നു. ചിങ്ങവനം, ഓക്കെ. 4ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. ഞാൻ 9-10 വർഷമായി അതികഠിനമായ മൈഗ്രെയിൻ തലവേദന അനുഭവിച്ചിരുന്ന വിദ്യാർത്ഥിയാണ്. അലോപ്പതി, ആയുർവേദം, ഹോമിയോ, നാട്ടു ചികിത്സ അങ്ങനെ ചെയ്യാവുന്ന എല്ലാ ചികിത്സകളും ചെയ്തു. കൂടുന്നതല്ലാതെ യാതൊരുവിധ കുറവും എന്റെ തലവേദനയ്ക്ക് ഉണ്ടായിട്ടില്ല. ചികിത്സകളും മരുന്നുകളെല്ലാം ഒരു വഴിക്ക്, രോഗം വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ 9 വർഷമായി അങ്ങനെ ഈ രോഗനിമിത്തം കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണിത്. എന്നിട്ട് തലവേദനയുടെ കാഠിന്യം കാണുമ്പോൾ കാണുന്നവരെല്ലാരും പേടിക്കുമായിരുന്നു. കാണുന്ന ടീച്ചേഴ്സ് എല്ലാം പേടിക്കുമായിരുന്നു. തലവേദനയുടെ കാഠിന്യം കാണുമ്പോൾ ടീച്ചേഴ്സ് ഇത് കണ്ടു നിൽക്കാൻ പോലും പറ്റാതെ ഭയപ്പെട്ട് ഭയചകിതരാകുന്ന ഒരു അവസ്ഥ വരെ ഓരോ സമയത്ത് വരുമായിരുന്നു തലവേദന കൂടി കഴിയുമ്പോൾ. എന്നിട്ട് അതികഠിനമായ വിറയല്, ശ്വാസം മുട്ടല്, തലകറക്കം എല്ലാം ഉണ്ടാവും. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 3-4 ദിവസം എഴുന്നേക്കാൻ പോലും പറ്റാതെ പെയിൻ കില്ലർ ഇഞ്ചക്ട് ചെയ്ത് കിടക്കുമായിരിക്കും. തലവേദന കൂടി കഴിയുമ്പോൾ അത്രയും കഠിന മൈഗ്രെയിൻ തലവേദനയായിരുന്നു. എന്നിട്ട് കുറെ ഡോക്ടർമാരെ കാണിച്ചു. എല്ലാരും പറഞ്ഞു പെയിൻ കില്ലേഴ്സ് അല്ലാതെ വേറെ ഒന്നും ഇതിന് ചെയ്യാൻ പറ്റില്ല, ഇതിന് മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്തൊരു അസുഖമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ കോളേജിൽ നിന്ന് വയ്യാതായി, ഭയങ്കര സിവിയറായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു 4 ദിവസത്തേക്ക് എഴുന്നേക്കാൻ പോലും പറ്റില്ല, ഇവിടെ അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ നിന്ന് എന്നെ കൊണ്ടുവന്നു. അന്ന് ഇവിടെ അഭിഷേകാഗ്നി കൺവെൻഷൻ നാഗമ്പടത്ത് നടക്കുന്നുണ്ടായിരുന്നു. കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ അഭിഷേകാഗ്നി കൺവെൻഷൻ ഇതേമാതിരി 10,000 തടിച്ചുകൂടി വലിയൊരു കൺവെൻഷൻ നടക്കുമ്പോൾ അവിടേക്ക് കുട്ടീനെ കൊണ്ടുവന്ന് വീട്ടുകാര് അതിനായിട്ട് മാത്രം അന്ന് രാത്രി എന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. അന്ന് ഇവിടെ വന്ന് യേശുവിനോട് പ്രാർത്ഥിക്കാൻ സാധിച്ചു. ആ സമയത്ത് അച്ഛൻ പറഞ്ഞു 2 പേരുടെ അതികഠിനമായ മൈഗ്രെയിൻ തലവേദന യേശു സുഖപ്പെടുത്തുന്നു എന്ന്. ആ സമയത്ത് എനിക്കുണ്ടായ സുഖം ഒരു പ്രത്യേക സുഖമായിരുന്നു. അപ്പം പിന്നെ ശരീരത്തിൽ ആ സമയത്ത് അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ ശരീരത്തിൽ ഒരു ദൈവം ഒരു അനുഭവം തന്നില്ലേ? ശിരസിൽ നിന്ന് ശരീരം മുഴുവനിലേക്ക് ഒരു തണുപ്പ്, നിറകയിൽ നിന്ന് ഒരു തണുപ്പ് ശരീരം മുഴുവനിലേക്ക് ഒഴുകുന്ന പോലെ പ്രവഹിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. എന്നിട്ട് അതിൽ പിന്നെ ഇപ്പൊ 1.5 വർഷത്തോളം കഴിഞ്ഞു. ഇതുവരെ എത്ര പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും ഒരിക്കൽ പോലും ആ തലവേദന എനിക്ക് വന്നിട്ടില്ല. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ കുടുംബങ്ങളിൽ കാലങ്ങളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന തിന്മകളെയും അന്ധകാരങ്ങളെയും ശാസിക്കുന്ന സമയമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലിഖിതം യേശയ്യാ പ്രവചനത്തിൽ 52-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമുക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ബന്ധനസയ ജെറൂസലേമേ, നീ പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസയ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ നീ പൊട്ടിച്ചു കളയുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. രക്ഷിതാവായ യേശുവേ, കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ കുടുംബാംഗങ്ങളെയും അവിടുത്തെ അരൂപിയാൽ നിറയ്ക്കണമേ. ക്ഷീണങ്ങൾ വിട്ടുമാറി പോകട്ടെ. വചനം കേൾക്കുമ്പോൾ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മന്ദത, മരവിപ്പ്, കുറവില്ലായ്മ, ആത്മീയ കാര്യങ്ങളോട് എതിർപ്പ്, ശാരീരിക ക്ഷീണങ്ങൾ, പല വിചാരങ്ങൾ, എല്ലാ ദുർപീഡകളെയും നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും പ്രാർത്ഥിക്കുക. കുട്ടികൾ മാതാപിതാക്കന്മാരോട് കൂടെ പ്രാർത്ഥിച്ച് പരിശീലിക്കുക. ഇപ്പോൾ വലിയ കൃപ കർത്താവ് കുടുംബത്തിലേക്ക് ഒഴുക്കും. മാതാപിതാക്കന്മാർ കുടുംബം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുക. സമൂഹത്തിൽ സിസ്റ്റേഴ്സ് എല്ലാവരും തീഷ്ണതയോടെ യേശുവിനെ ആരാധിക്കുക. സമൂഹത്തിലേക്ക് വലിയൊരു അഭിഷേകം കർത്താവ് ചൊരിയും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വൈദികരെല്ലാം ഇപ്പോൾ ലോകത്തിൽ ലക്ഷോപലക്ഷം ആളുകൾ ഈ സമയം കർത്താവിനെ ആരാധിക്കുകയാണ്. എല്ലാ വൈദികരും, ഇത് കണ്ടുകൊണ്ടിരുന്ന മുഴുവൻ വൈദികരും ഇപ്പോൾ ലോകത്തിൽ ഇത് പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ കൃപ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, പിതാവായ ദൈവമേ, അട്ടപ്പാടി സഖിയോൻ ധ്യാന കേന്ദ്രത്തിന്റെ അൾത്താരയിൽ നിന്ന് ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ അർപ്പിക്കപ്പെട്ട എല്ലാ വിശുദ്ധ കുർബാനകളോട് ചേർന്ന്, ഇവർക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനകളും ചേർന്ന്, ഓ ദൈവമേ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന വ്യക്തികളെ, ഈ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. ഇവരുടെ ശരീരങ്ങളിൽ നിന്ന് നിഗൂഢ രോഗങ്ങൾ യേശു നാമത്തിൽ വിട്ടുമാറിപ്പോട്ടെ. ആരാധന, ആരാധന, ആരാധന. അന്ധകാരങ്ങളെ ശാസിക്കുന്നു കർത്താവേ, ദുർബാധകളെ ശാസിക്കുന്നു, ദുർഭൂതങ്ങളെ ബന്ധിക്കുന്നു, പകർച്ചവ്യാധികളെ ബന്ധിക്കുന്നു, മാരക വ്യാധികളെ ബന്ധിക്കുന്നു, വിദ്യാർത്ഥി തടസ്സങ്ങളെ ബന്ധിക്കുന്നു, കുടുംബത്തിലെ കലഹങ്ങളെ ബന്ധിക്കുന്നു, വിവാഹ തടസ്സങ്ങളെ ബന്ധിക്കുന്നു, കൃഷിനാശത്തെ ശാസിക്കുന്നു, സാമ്പത്തിക പരാജയങ്ങളെ ശാസിക്കുന്നു. കടബാധ്യത വിട്ടുമാറിപ്പോട്ടെ. കുടുംബത്തിൽ അനൈക്യം വിട്ടുമാറിപ്പോട്ടെ. പ്രാർത്ഥനയില്ലായ്മ മാറിപ്പോട്ടെ. ദൈവകൃപ നിറയട്ടെ. വചനം നിറയട്ടെ. പ്രാർത്ഥനാഭിഷേകം നിറയട്ടെ. സ്നേഹം നിറയട്ടെ. സന്തോഷം നിറയട്ടെ. സമാധാനം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, ഇപ്പോൾ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ഇപ്പോൾ ഇടപെടണമേ. ഗ്ലോറി, 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 ഗ്ലോറി. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുലിഖിതം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവമേ, അത്യുന്നത ദൈവത്തിൻ്റെ വചന ശുശ്രൂഷ, ഈ വചനാഭിഷേകം, ഈ വചനത്തിൽ പ്രഖ്യാപിക്കപ്പെടുന്ന കാര്യങ്ങൾ സംഭവിക്കും എന്ന് വിശ്വസിക്കാൻ തക്കവണ്ണം ഹൃദയങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹൃദയങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. ആരാധന, ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും ഇരുന്ന് നല്ല തീഷ്ണതയോടെ കർത്താവിൻ്റെ വചനം ഇപ്പോൾ ശ്രവിക്കാം. ഇന്ന് നാം ചിന്തിക്കുന്നത് പിശാചില്ലാത്ത പറുദീസ. Praise the Lord. Praise the Lord. അത് യാഥാർത്ഥ്യമാകുന്നത് യേശു ക്രിസ്തുവിന്റെ 2-ാം വരവോടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം കഴിഞ്ഞ ആഴ്ച യേശു ക്രിസ്തുവിന്റെ 2-ാം വരവിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന, വെളിപ്പെടാനിരിക്കുന്ന വലിയ ആ ഒരു മഹത്വത്തെക്കുറിച്ച് ദൈവവചനപ്രകാരം ചിന്തിച്ച്, യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 2-3 വാക്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. വെളിപാടിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. Praise the Lord. Praise the Lord. യേശുക്രിസ്തുവിന്റെ 2-ാം വരവിൽ സംഭവിക്കുന്ന വലിയൊരു കാര്യമാണ് യേശുക്രിസ്തു നമ്മെ മഹത്വപ്പെടുത്തും. Praise the Lord. Praise the Lord. ഇന്ന് നാം ചിന്തിക്കുന്ന മറ്റൊരു മേഖല, യേശുക്രിസ്തുവിന്റെ 2-ാം വരവിൽ സംഭവിക്കുന്ന മറ്റൊരു മേഖലയാണ് സാത്താൻ എന്നേക്കുമായി പരാജയപ്പെടും. സാത്താൻ എന്നേക്കുമായി തൂത്തെറിയപ്പെടും. സാത്താൻ ഇല്ലാത്ത രാജ്യം, പിശാചില്ലാത്ത പർദീസ, ഒരു പുതിയ അനുഭവത്തിലേക്ക്, പുതിയ ആകാശത്തിലേക്ക്, പുതിയ ഭൂമിയിലേക്ക് കർത്താവ് നമ്മെ ഉയർത്തും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൂമിയിൽ നാം എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്.
ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 3-4 തിരുലിഖിതങ്ങളിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. തിന്മകളും ദുരിതങ്ങളും കാണാൻ എനിക്ക് അങ്ങ് ഇടവരുത്തുന്നത് എന്തുകൊണ്ട്? നാശവും അക്രമവും ഇതാ എൻ്റെ കൺമുമ്പിൽ. കലഹവും മത്സരവും തല ഉയർത്തുന്നു. നിയമം നിർവീര്യമാക്കപ്പെടുന്നു. നീതി നിർവഹിക്കപ്പെടുന്നില്ല. ദുഷ്ടൻ നീതിമാനെ വളയുന്നു. നീതി വികലമാക്കപ്പെടുന്നു. വീണ്ടും ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ അതിൽ 13-ാം തിരുലിഖിതം, ദുഷ്ടൻ തന്നേക്കാൾ നീതിമാനായ മനുഷ്യനെ വിഴുങ്ങുന്നത് കണ്ടിട്ട് അങ്ങ് മൗനം ദീക്ഷിക്കുന്നത് എന്തുകൊണ്ട്? ഇതൊരു യാഥാർത്ഥ്യമല്ലേ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് നോക്ക്, നമ്മുടെ ഇടവകയിൽ നോക്ക്, നമ്മുടെ സമൂഹത്തിൽ നോക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിന്മ ശക്തി പ്രാപിക്കുന്നു. നല്ല മനുഷ്യന്മാർ ഞെരുക്കപ്പെടുന്നു. അവർ ഉന്മൂലനം ചെയ്യപ്പെടുന്നു. അപ്പം തിന്നു തീർക്കുന്നത് പോലെ നല്ല മനുഷ്യരെ ദുഷ്ടന്മാർ തിന്നു തീർക്കുന്നു. നമ്മൾ ചിന്തിക്കുകയാണ്, അവരങ്ങനെ നന്നായി ജീവിച്ചിട്ട് എന്തുകൊണ്ട് അവർക്ക് ഇങ്ങനെ? നമ്മൾ നന്മ ചെയ്തിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ദുരിതം? നമ്മൾ വിശുദ്ധിയും ജീവിച്ചിട്ട് എന്തുകൊണ്ട് ഈ കഷ്ടത? അനേകം വ്യക്തികളുടെ ജീവിതത്തിലെ പ്രശ്നമാണിത്. ഈ ഭൂമിയിലെ ഒരു പ്രശ്നമാണിത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇതിനെക്കുറിച്ച് വലിയ തിയോളജിയൻസ് പറയണത് പ്രോബ്ലം ഓഫ് ഈവിൾ, തിന്മ എന്ന പ്രശ്നം. ഗലാത്യ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 20-ാം തിരുലിഖിതം ദൈവത്തിന്റെ വചനത്തിൽ ശ്ലീഹ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആത്മാവിന്റെ ശക്തിയാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചു. ഇന്നും അതുപോലെ തന്നെയാണ്. ശാരീരിക രീതിയിൽ ജനിച്ചെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയില്ലാതെ തിന്നും കുടിച്ച് മതിച്ച് നടക്കുക, തിന്മ പ്രവർത്തിക്കുക, നുണ പറയുക, കൈക്കൂലി വാങ്ങുക, ധാർഷ്ട്യം കാണിക്കുക, അഹങ്കാരം കാണിക്കുക, തെറി പറയുക. ശാരീരിക രീതിയിൽ ജനിച്ച് ശാരീരിക രീതിയിൽ ജീവിക്കുന്ന അങ്ങനത്തെ തിന്മയിൽ ജീവിക്കുന്ന ആളുകള് ദൈവാത്മാവിന്റെ ശക്തിയാൽ ജീവിക്കുന്നവരെ പീഡിപ്പിക്കുന്നു, ഞെരുക്കുന്നു, കൊല്ലുന്നു, ഉന്മൂലനം ചെയ്യുന്നു. ശ്ലീഹ പറയാണ്, പണ്ടും അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ലോകത്തിൽ ഇപ്രകാരം ഒരു ക്രമം എന്ന് ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഒരു ഉത്തരം ലഭിക്കുന്നുണ്ട്. അത് വെളിപാടിന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുലിഖിതം, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരീശം പൂണ്ട പിശാച് ഇതാ നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു തിന്മയുടെ ശക്തിയുണ്ട്. ഇതിനെക്കുറിച്ച് യേശു ക്രിസ്തുവിന്റെ മരണത്തോടടുത്തുള്ള ആ പ്രാർത്ഥനയിൽ, അന്ത്യപ്രാർത്ഥനയിൽ യേശു ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്പഷ്ടമാക്കുന്നുണ്ട്. യേശു ദൈവത്തോട്, പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ലോകത്തിൽ നിന്ന് ഇവരെ എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഇരിക്കുമ്പോൾ ദുഷ്ടന്റെ ആക്രമണം, ദുഷ്ടന്റെ ശല്യം നമുക്കുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ കുർബാനയിൽ സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥന, അവസാനം സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥന കഴിഞ്ഞ് സഭ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദുഷ്ടാരൂപികളിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. 2857-ാം ഖണ്ഡികയിൽ സഭ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ഈ യാചനയിൽ തിന്മ ഒരു അമൂർത്ത അവതരണം മാത്രമല്ല, പിന്നെയോ സാത്താൻ, ദുഷ്ടൻ, ദൈവത്തെ എതിർക്കുന്ന മാലാഖ എന്നിങ്ങനെ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതിയുടെയും ക്രിസ്തുവിൽ പൂർത്തിയായ രക്ഷാകര പ്രവർത്തനത്തിന്റെയും മുമ്പിൽ പ്രതിബന്ധമായി തന്നെ തന്നെ സ്ഥാപിക്കുന്നവനാണ് പിശാച്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് നമുക്കറിയാം. നമ്മളൊരു നല്ല കാര്യം ചെയ്തിങ്ങനെ വരുമ്പം, അതിന്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പം ഇതാ ഒരു തിന്മയുടെ ശക്തി അവിടെ തടസ്സമായി കൊണ്ട് വരും. നമ്മളൊരു വീട്ടിലെല്ലാം നന്നായി അങ്ങനെ ചെയ്ത് നല്ല
അങ്ങോട്ട് ഉയർച്ചയിലേക്ക് വരുമ്പം, ഒരു കൃഷി നന്നായിട്ട് അങ്ങോട്ട് കയറി വരുമ്പം, ഒരു ബിസിനസ് നന്നായിട്ട് അങ്ങോട്ട് ഇത് വരുമ്പം, ഒരു വിശുദ്ധ ജീവിതം നന്നായിട്ട് അങ്ങോട്ട് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വരുമ്പം, പ്രാർത്ഥനയിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് വരുമ്പം, ഇതാ പൊടുന്നനെ ഒരു പ്രശ്നം, ഒരു തകർച്ച, ഒരു എതിർപ്പ്, ഒരു പ്രശ്നം. അതോടുകൂടി അതെല്ലാം ഛിന്ന ഭിന്നമാകുന്ന വിധം സാഹചര്യങ്ങൾ ഉരുണ്ടുകൂടി ഇങ്ങോട്ട് വരും. ഇടവകയിലും കുടുംബത്തിലും സമൂഹത്തിലും വ്യക്തി ജീവിതത്തിലും എല്ലാം ഈ ഒരു യാഥാർത്ഥ്യം ദൈവമക്കളെ അനുഗമിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയുടെ പ്രബോധനത്തിൽ പഠിപ്പിക്കുകയാണ്, ദൈവത്തിന്റെ പദ്ധതിയുടെയും ക്രിസ്തുവിൽ പൂർത്തിയാക്കപ്പെടുന്ന രക്ഷാകര രഹസ്യങ്ങളുടെ മുമ്പിൽ തന്നെ പ്രതിബന്ധമായി സ്ഥാപിക്കുന്ന ആ വ്യക്തിയാണ് ഈ പിശാച്, അല്ലെങ്കിൽ സാത്താൻ, അല്ലെങ്കിൽ അധപ്പതി ചെയ്യും മാലാഖ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഈ ഭൂമി ജീവിക്കുന്നിടത്തോളം കാലം ദൈവം ഇത് അനുവദിച്ചിരിക്കുകയാണ്. ഈ ഒരു തിന്മയുടെ പിടിയിലമർന്ന മനുഷ്യരുണ്ട്, തിന്മയുടെ പിടിയിലമർന്ന സ്ഥാപനങ്ങളുണ്ട്, തിന്മയുടെ പിടിയിലമർന്ന ഭരണകൂടങ്ങളുണ്ട്, തിന്മയുടെ പിടിയിലമർന്ന സംവിധാനങ്ങളും വ്യവസ്ഥിതികളും ഉണ്ട്. അതിൽ ഞെരുക്കമുണ്ടാകും. ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്ന എങ്ങനെയാണ്? ലോകാവസാനം വരെ കളയും ഗോതമ്പും ഒരുമിച്ച് വളരും. ലോകാവസാനം വരെ ഇതായിരിക്കും വ്യവസ്ഥിതി ഈ ലോകത്തിൽ. തുടർന്ന് 681 ഖണ്ഡികയിൽ സഭ ഇതിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. വിധി ദിവസത്തിൽ, യുഗാന്ത്യത്തിൽ, ലോകാവസാനത്തിൽ, യേശുവിന്റെ രണ്ടാം വരവിൽ തിന്മയുടെ മേൽ നന്മയ്ക്കുള്ള ആത്യന്തികമായ വിജയം നേടുന്നതിന് വേണ്ടി ക്രിസ്തു മഹത്വത്തോടെ വരും. അന്ന് പിശാച് എന്നേക്കുമായി വലിച്ചെറിയപ്പെടും. അന്ന് തിന്മ എന്നേക്കുമായി പരാജയപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചന മതബോധന ഗ്രന്ഥത്തിൽ ബെനഡിക്റ്റ് മാർപ്പാപ്പ ഈ കാലഘട്ടത്തിലുള്ള പുതിയ തലമുറയോട് ഈ കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഈ വചന മതബോധന ഗ്രന്ഥം 110 ഖണ്ഡിക. ലോക അവസാനത്തെ കുറിച്ചാണ് മാർപ്പാപ്പ ഇവിടെ പ്രതിപാദിക്കുന്നത്. സമയത്തിന്റെ അവസാനം ദൈവം പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കും. തിന്മയ്ക്ക് പിന്നീട് ഒരിക്കലും എന്തെങ്കിലും ശക്തിയോ ആകർഷകത്വമോ ഉണ്ടായിരിക്കുകയില്ല. രക്ഷിക്കപ്പെട്ടവർ ദൈവത്തിന്റെ സുഹൃത്തുക്കളെ പോലെ അവിടുത്തെ മുഖാഭിമുഖം ദർശിക്കും. സമാധാനത്തിനും നീതിക്കും വേണ്ടിയുള്ള അവരുടെ ദാഹം ശമിപ്പിക്കപ്പെടും. ദൈവത്തെ കാണുക എന്നത് അവരുടെ സൗഭാഗ്യമായിരിക്കും. അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. പിന്നീട് മരണമോ ദുഃഖമോ വിലാപമോ ക്ലേശമോ ഉണ്ടാകുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിന്മയ്ക്ക് ആകർഷകമില്ലാത്ത പുതിയ ആകാശവും പുതിയ ഭൂമിയും ലോകാവസാനത്തിൽ യേശുവിന്റെ രണ്ടാം വരവോടെ ഉണ്ടാകും. തിന്മ എന്നേക്കുമായി പരാജയപ്പെടും. സാത്താൻ എന്നേക്കുമായി വലിച്ചെറിയപ്പെടും. പിശാചില്ലാത്ത രാജ്യം ആരംഭിക്കും. ഈ നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. അതുകൊണ്ടാണ് സഭയുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും പ്രാർത്ഥിക്കുകയാണ്, കർത്താവായ യേശുവേ വേഗം വരണമേ, മാറാനാത്ത, കർത്താവായ യേശുവേ വേഗം വരണമേ. സഭയുടെ പ്രാർത്ഥനയാണിത്. യേശുവിന്റെ രണ്ടാം വരവ് എന്ന് കേൾക്കുമ്പോൾ പേടിക്കരുത്. യേശുവിന്റെ രണ്ടാം വരവ് എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടരുത്. യേശുവിന്റെ രണ്ടാം വരവ് എന്ന് കേൾക്കുമ്പോൾ ആകുലപ്പെടരുത്. നമുക്കായി വൻ കാര്യങ്ങൾ ചെയ്യുന്ന നല്ല ദൈവത്തിന്റെ ഇടപെടല് നമുക്കായി ഒരുക്കുന്ന ദിവസമാണത്. അതിനുവേണ്ടി ആ ദിനത്തെ പ്രതീക്ഷിക്കുകയും ആ ദിനത്തിന്റെ ആഗമനം ത്വരിതപ്പെടുത്തുകയും ചെയ്യാനുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. സൽകൃത്യങ്ങൾ ചെയ്ത് പുണ്യപ്രവൃത്തികൾ ചെയ്ത് തന്നെ വിശുദ്ധീകരിച്ച് യേശുവിന്റെ രണ്ടാമത്തെ ആഗമനം, ലോകാവസാനത്തിന്റെ ആഗമനം ത്വരിതപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ആരാധന, ആരാധന. യേശുവേ അഭിഷേകം ചെയ്യണമേ, യേശുവേ അഭിഷേകം ചെയ്യണമേ. ഭയമെടുത്ത് മാറ്റണമേ, ടെൻഷൻ എടുത്ത് മാറ്റണമേ, ഹൃദയം തുറക്കാൻ ഇടവരുത്തണമേ. തിന്മ എന്നേക്കുമായി പരാജയപ്പെടുത്തുന്ന ലോകാവസാനത്തിലെ യേശുവിന്റെ രണ്ടാം വരവ് സ്വപ്നം കണ്ട് ജീവിക്കാൻ അഭിഷേകം നൽകണമേ. ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം
24-ാം അധ്യായം 31-ാം തിരുലിഖിതം. വലിയ കാഹളധ്വനികളോട് അവൻ തൻ്റെ ദൂതന്മാരെ അയക്കും. അവർ ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കുകളിൽ നിന്ന് അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, 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 ആമേൻ. ആകാശവാതിൽ തുറക്കുകയല്ലേ, ദൈവം താണിറങ്ങുകയല്ലേ, മാലാഖവൃന്ദം വണങ്ങുകയല്ലേ, തിരുവോസ്തിയായി നീ മാറുകയല്ലേ. ആകാശവാതിൽ തുറക്കുകയല്ലേ, ദൈവം താണിറങ്ങുകയല്ലേ, മാലാഖവൃന്ദം വണങ്ങുകയല്ലേ, തിരുവോസ്തിയായി നീ മാറുകയല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ലോകം മുഴുവനുമുള്ള പൗരോഹിത്യ ശുശ്രൂഷയുള്ള എല്ലാ വൈദികരോടും എല്ലാ ബിഷപ്പുമാരോടും ചേർന്ന് അപ്പസ്തോലിക സഭയുടെ ആ മുഴുവൻ കൂട്ടായ്മയിൽ ദിവ്യകാരുണ്യ ആശീർവാദം നൽകി ഈ സമയം ഇപ്പോൾ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ ബ്ലസ് ചെയ്യാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ ഇപ്പോൾ 2 കരങ്ങളും യേശുവിലേക്ക് ഉയർത്തി ഉറക്കെ, എത്രമാത്രം ഉറക്കെ നിങ്ങൾക്ക് പ്രാർത്ഥന തീക്ഷ്ണതയുടെ കുടുംബം ഒന്നിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കണം. രോഗികളിൽ വലിയ ശക്തി കുടുംബത്തിലേക്ക് പ്രവഹിക്കുകയാണ്. ഒരു വലിയ പൗരോഹിത്യത്തിന് ഒരു ശുശ്രൂഷ നിങ്ങൾക്കായി ചെയ്യാൻ പോവുകയാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഇപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലേക്ക് അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. യേശുവേ, 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 യേശുവേ. ഓരോ കണ്ണുകളിലേക്ക് ഇടപെടണമേ, ഓരോ വേദനയ്ക്ക് ഇടപെടണമേ, ദുഃഖത്തിലേക്ക് ഇടപെടണമേ. ആരാധന, ആരാധന, ആരാധന. തുറക്കുകയല്ലേ, ദൈവം താണിറങ്ങുകയല്ലേ, മാലാഖവൃന്ദം വണങ്ങുകയല്ലേ, തിരുവോസ്തിയായി നീ